വിൻസെന്റ് MLA ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാനായി പുതുപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വിവാദം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ വിൻസെന്റ് MLA ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയിരിക്കുന്നത്. പുതുപ്പള്ളിയിലെ കല്ലറ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിഴിഞ്ഞത്തേക്ക് പോവുക. നമുക്ക് ദൃശ്യങ്ങളിൽ ചാണ്ടി ഉമ്മൻ MLAയും കാണാൻ സാധിക്കും. നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കമെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്തണം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വിവാദം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ഉദ്ഘാടനത്തിന് എത്തുന്നില്ല. ഇപ്പോൾ കല്ലറ സന്ദർശിക്കുകയാണ് വിൻസെന്റ് MLA. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിൻസെന്റ് MLA ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി അവിടെ പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ചാണ്ടി ഉമ്മൻ MLAയും എത്തിയിരിക്കുകയാണ് വിൻസെന്റിനൊപ്പം. ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തം അത് ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷം എന്നതാണ്. സംസ്ഥാന വ്യാപകമായി ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മുൻപായി ഇപ്പോൾ പുലർച്ചെ തന്നെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയിരിക്കുകയാണ് വിൻസെന്റ് MLA. നമുക്കറിയാവുന്ന പോലെ തുറമുഖത്തിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വിവാദം തുടരുന്നതിനിടെ തന്നെയാണ് ഇപ്പോൾ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിൻസെന്റ് MLA ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്ന് തുടങ്ങിയുള്ള തർക്കങ്ങളുടെ പോസ്റ്റർ യുദ്ധങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ്. ആ സമയത്ത് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ പേര് വലിയ ചർച്ചയാക്കുന്നത് കോൺഗ്രസ് എന്നതാണ്. മണിക്കൂറുകൾ മാത്രമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാനുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ സ്ഥലം MLAയും കോൺഗ്രസ് നേതാവുമായ വിൻസെന്റ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ 2015 ഓഗസ്റ്റിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദാനിയുമായി ഒപ്പുവെച്ച കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് തുറമുഖത്തിൻ്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് കോൺഗ്രസ് തീർച്ചയായും പറയുന്നത്. ഒരു കല്ലിട്ടാൽ തുറമുഖമാകില്ല, എന്നാൽ കരാർ ഒപ്പിട്ടാലാണ് തുറമുഖമാകുക. ആ നിശ്ചയദാർഢ്യത്തിൻ്റെ പേരാണ് ഉമ്മൻചാണ്ടി എന്ന് വിൻസെന്റ് MLA ഇന്നലെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഏതായാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാടിന് സമർപ്പിക്കുമ്പോൾ അതിൽ ആ തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണം എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. സംസ്ഥാന വ്യാപകമായി ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണവും സംഘടിപ്പിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് MLA സ്ഥലം MLA വിൻസെന്റ് ഉമ്മൻചാണ്ടിയുടെ കല്ലറ പുതുപ്പള്ളിയിൽ സന്ദർശിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം എന്ന് തന്നെ നമ്മൾ ഇത് തന്നെ വിലയിരുത്തണം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടതായുള്ള CPM-ൻ്റെ അവകാശവാദം ഉൾപ്പെടെ വന്നിരുന്നു. നമ്മളിപ്പോൾ